എന്താണ് ഇപ്പൊ പുതിയ കൃഷിയൊക്കെയാണല്ലോ? ചീരല്ലേ എള്ളാണ് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിളവെടുപ്പിന്റെ സമയത്ത് കുറച്ച് അധ്വാനം ഉണ്ടാവും ഈ പണിക്ക്. അത് പണിക്കാർ മാത്രം പണിയെടുത്തിട്ട് കാര്യമില്ല. അത് വെയിലിന് ഉണക്കലും തട്ടിയെടുക്കലും പിന്നെ ചേറി എന്നാക്കലും ഒക്കെ ഇങ്ങനായിട്ട് കുറെ അധ്വാനമുള്ള കൃഷിയാണ് ഈ എള്ള് കൃഷി പറഞ്ഞത്. പക്ഷെ തോന മുടക്കൊന്നുമില്ല. അത് നല്ല നീർവാർച്ചുള്ള സമയം നോക്കി നല്ല വെയിലുള്ള സമയത്ത് നോക്കി വിത്ത് വീണമെന്നുള്ളൂ. ചില ചിങ്ങ മാസത്തിന്റെ ഒന്നാമത്തെ പകുതിയിൽ വിത്ത് വീണണം. രണ്ടാമത്തെ പകുതിയിൽ ഇട്ടാൽ എള്ള് ഉൽപാദനം കുറയും. അതിന്റെ ഒരു സമയമാണത്. മുമ്പ് കാലത്ത് ചിങ്ങം ഒന്നിന് എള്ളറിയാന്നുള്ള ആ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെ ചിങ്ങത്തിൽ തന്നെ വിത്ത് വീണോളണം. ചിങ്ങത്തിന്റെ ഒന്നാമത്തെ പകുതിയിൽ അത് കണക്കാക്കി നമ്മൾ ചിങ്ങത്തിന്റെ ഒന്നാമത്തെ പകുതിയിൽ ഇപ്പൊ നമ്മൾ ഈ വിത്തിട്ടത് ഒരു മാസവും 8 ദിവസമായിട്ടുള്ളൂ ഇപ്പൊ ഈ എള്ള് വിത്തിട്ടിട്ട് പൂവായി വരലാൻ തുടങ്ങിയാണ്. ഇപ്പൊ ഇതിൽ എന്തൊക്കെ ചെയ്തേ? നമ്മൾ മണ്ണ് പാകക്കി വെച്ചിന് 2 ചാല് പൂട്ടിയാണ്ട് അതിന്റെ ശേഷം പിന്നെ ഒരു ചാല് ഡാക്ടറിന് പൂട്ടി വിത്തിട്ടു. അതിന്റെ ശേഷം ഒരു ചാലും കൂടെ പൂട്ടി. അതിന്റെ ശേഷം ഇപ്പൊ ഈ 50 സെന്റ് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്ത് 8 ചാക്ക് കോഴിവളം പൂട്ടും വിത്തിടലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഉപരിതലത്തിൽ പരന്ന് ചെടുക്കണ മാതിരി ഇത് നമ്മൾ തട്ടിക്കൊടുത്തു. പ്ലേറ്റ് കൊണ്ട് ശരിക്ക് വീശി കൊടുത്തു. എല്ലാ സ്ഥലത്തും എത്തണ മാതിരി 8 ചാക്കൊണ്ട് 50 സെന്റിന്. എല്ലാ കൃഷിക്ക് മുൻപ് നമ്മള് ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായി ഇട്ടിരുന്നോ? ഇല്ല, അതൊന്നും ഇതിലിപ്പോ ചെയ്തില്ല. എള്ളിന് അതിന്റെ ഒന്നും അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. മണ്ണില് വളമുണ്ടാകാന്നുള്ളതിനുള്ളൂ. വേറെ അതിന് കീടങ്ങളെ ശല്യങ്ങളൊന്നും ഈ കൊഴുപ്പ് ഇത് അയിപ്പെട്ട സാധനം അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് വിളവെടുപ്പ് കഴിയും ചെയ്യുമല്ലോ. 100 ദിവസം കൊണ്ട് ഇതിന്റെ എല്ലാ പരിപാടിയും കഴിയും. 100 ദിവസം കൊണ്ട് പണി കഴിയും. പണി കൂടുതലാന്നേ ഉള്ളൂ. വരുമാനമുണ്ട്. വിളവെടുപ്പിന്റെ സമയത്ത് പണി കൂടുതലാണ്. വെട്ട് 5 ദിവസം ഉണ്ടക്കിടല്, അത് കഴിഞ്ഞിട്ട് വെയിലിന് കണക്കാക്കിയാണ് കുത്തിയേക്കല്. 3 ദിവസം കുത്തി വെച്ചിട്ട് പിന്നെ എടുത്താണ് തട്ടല്. വീണ്ടും 2 ദിവസം കൂടി കുത്തിയേക്കണം. എന്നിട്ട് പിന്നെ ഒരു തട്ടും കൂടി 2 തട്ട് കഴിഞ്ഞും ചെയ്തു. എന്നിട്ട് പിന്നെ ഈ തട്ടെടുത്തത് എല്ലാം കോരും ചണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് ചേറി എന്നാക്കേണ്ട ഒരു പരിപാടിന്റെ ആയി. നമ്മൾ ഫാനിനെ ചെയ്യല്. ആദ്യമൊക്കെ മുറം കൊണ്ട് ഇങ്ങനെ ചേരെടുക്കലായിരുന്നു. ഇപ്പൊ നമ്മൾ ഫാൻ ഇട്ടാണ്ട് അതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മുറം കൊണ്ട് തട്ടി കൊടുക്കുക ചെയ്യാം. അപ്പൊ ആ ഫാനിന്റെ കാറ്റിന് കച്ചറൊക്കെ ഒഴിവായി. വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പൊ ഇത് ഉണ്ടായി കിട്ടിയാല് വില ഉണ്ട്. 220-ന് 230-നൊക്കെ നമുക്ക് 1 കിലോ വിപണിയിൽ വിൽക്കാൻ കഴിയും. അപ്പൊ നല്ല ഒഴിഞ്ഞ സ്ഥലവും നല്ല പൂഴിപ്പറ്റുള്ള മണ്ണുള്ളവർക്ക് ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇനി ചെയ്യണമെന്ന് തോന്നിയാല് എള്ള് വിതയ്ക്കാനുള്ള ഒരു സമയം പാടത്ത് സീസണിനനുസരിച്ച് മണ്ണ് പാകായി കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാം. പറമ്പ് ചെയ്യുമ്പോ നമ്മള് മഴക്ക് കണക്കാക്കിയാണ്ട് വർഷകാലത്ത് നമ്മൾ മഴക്ക് കണക്കാക്കി പറമ്പ് ചെയ്യുമ്പോഴാണ് ഈ ചിങ്ങ മാസം നോക്കേണ്ടതുള്ളൂ. പാടത്ത് ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, വിത്തിട്ടുകാണ്ട് 100 ദിവസം കണക്കാക്കിയാണ്ട് ഇപ്പൊ മഴ വരുന്ന സമയത്തിന് 100 ദിവസം മുമ്പാകണം. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും എള്ളു കൃഷി ചെയ്യാം. എള്ളു കൃഷി എപ്പോഴും ചെയ്യാം. പാടത്ത് പറമ്പിൽ ഈ സമയത്തേ പറ്റുള്ളൂ. നീർവാർച്ച നല്ലതുപോലെ ഉണ്ടായിരിക്കണം. വെള്ളക്കെട്ടോ അങ്ങനെ കാര്യങ്ങളോ ഉണ്ടാവരുത്. പാടത്ത് എപ്പോ വേണമെങ്കിലും, അതായത് പാടത്ത് വെള്ളം വലിഞ്ഞിരിക്കുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. 100 ദിവസം കൊണ്ട് നമ്മളുടെ വിത്ത് എറിയുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ 100 ദിവസം കൊണ്ട് പണി കഴിയും. ഇത് 2 ഏക്കർ നമ്മൾ വേറെ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അസംകുട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം മടിയാതെ പണിയെടുക്കാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വടി നിറയെ പണവും കിട്ടും. 2 ഏക്കറിന്റെ ഒരു സ്ഥലം ഫുള്ള് എള്ള്. അത് 2 സെക്ഷനാക്കി നമ്മൾ എറിഞ്ഞത്. പകുതി സ്ഥലം 1 ഏക്കർ ആദ്യം എറിഞ്ഞു, മറ്റേ 1 ഏക്കർ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടാണ്ട് എറിഞ്ഞു. അല്ല, കാരണം എല്ലാം കൂടി ഒപ്പം പണിയെടുക്കാൻ കഴിയില്ല. ഇത് മൊത്തം ഒന്നായിട്ട് വെട്ടി ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മുണ്ടക്കിടലും അട്ടിയിടലും അന്ന് മഴയും കൂടിയാണെങ്കിൽ കുടുംബം ചെയ്യും, ഒഴിവാക്കേണ്ടി വരും. പിന്നെ അപ്പൊ അത് കണക്കാക്കിയിട്ട് 15 ദിവസത്തെ ക്യാപ്പ് ഇട്ടാണ്ടാണ് അവിടെ ഈ 2 ഏക്കർ സ്ഥലം നമ്മൾ ചെയ്തിട്ട്. എന്താ പറയാ, മുന്നേ ചിന്തിക്കുന്നവർക്ക് മാത്രമേ നല്ല ഒരു വിളവ് കിട്ടുള്ളൂ. മാർക്കറ്റിൽ ഇപ്പൊ എല്ലാവരും വാഴ, അതുപോലെ മരച്ചീനി, മറ്റു സാധാരണ പച്ചക്കറികളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അതിൽ നിന്നും വേറിട്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ എള്ളൊക്കെ കൃഷി ചെയ്യുന്ന അസംകുട്ടിയാക്കിക്ക് എന്തായാലും വിപണനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കഴിഞ്ഞ വർഷം കൂടുതലായിട്ടും കാച്ചില്, ചേമ്പ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ ഈ വർഷം ഒന്ന് ഐറ്റം മാറ്റി പിടിച്ചിരിക്കുകയാണ് അസംകുട്ടിയാക്ക. അതൊക്കെ അല്ലാതെ ഉണ്ട്, അതിന്റെ കൂടെ എള്ളും കൂടി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലം നമ്മൾ ഒരു കൊല്ലം മാറ്റി കൃഷി ചെയ്യുന്നത് പിന്നെ ഇറക്കണ കൃഷിക്ക് നല്ല മെച്ചീകാരം. ഇപ്പൊ ഈ സ്ഥലത്തൊക്കെ അടുത്ത പ്രാവശ്യം കപ്പുണ്ടാക്കുകയാണെങ്കിൽ ഈ എള്ളു വെട്ടിയ കാലായി നമ്മളൊന്നും പൂട്ടി റെഡിയാക്കി ഇട്ടിട്ട് നല്ല വെയിലൊക്കെ ഒളിച്ചാണ്ട് അടുത്ത മഴക്കാലം തുടങ്ങണ 1 മാസം മുമ്പ് നമ്മള് കപ്പന്റെ കൊള്ളി വെച്ചാണ്ട് നാർപ്പായിലേക്ക് വെള്ളം അടിച്ചാണ്ട് നനച്ചാണ്ട് വേര് പിടിപ്പിച്ച് മഴ പെയ്യണ സമയമാകുമ്പോൾ 1 മാസം മൂപ്പാണ്. അങ്ങനെ ഈ കപ്പ ഈ എള്ളിന്റെ കാലായിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഇരട്ടി വിളവ് നമുക്ക് ഇതിനെടുക്കാൻ കിട്ടും. അപ്പൊ പണ്ടുള്ളവര് വെറുതെ പറഞ്ഞതൊന്നല്ല ഈ വിള മാറ്റി ചെയ്യണമെന്ന് പറയുന്നത്. മാറ്റി ചെയ്യണം ഉറപ്പല്ലേ. ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ കപ്പ നടയിൽ കപ്പ തന്നെ ആണെങ്കിൽ ആ ഉൽപാദനം നമ്മൾ കണ്ടെച്ചാൽ ഇങ്ങനെ ഒരു പടി കുറവായിരിക്കും. മറിച്ച് അതിൽ ഒന്ന് മാറ്റി പിടിച്ചാണ്ട് പിറ്റത്തെ പ്രാവശ്യം നമ്മൾ വേറൊരു കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെച്ചതിന് 1 ടണ്ണ് ഏറെ ഉണ്ടാകാം. അപ്പൊ ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വാഴയാണെങ്കിലും വാഴ വലിച്ചെടുക്കുന്ന ഓരോ മൈക്രോ ന്യൂട്രിയന്റുകൾ എന്തൊക്കെയാണോ അത് തന്നെയായിരിക്കും അടുത്ത വർഷവും അതേ വാഴ വലിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മൂലകങ്ങളുടെ കുറവ് ആ മണ്ണിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് ഈ ഓരോ ചെടികൾ അല്ലെങ്കിൽ ഓരോ വിളകൾ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്.
പണ്ടുള്ളവർ പറഞ്ഞതൊന്നും വെറുതെ അല്ല. വിളപരിക്രമണം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അത് നമ്മൾ അസംകുട്ടിയാക്ക കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് തന്നെയാവാം അസംകുട്ടിയാക്കയ്ക്ക് എല്ലാത്തിനും 100 മേനി വിളവ് തന്നെ ഉണ്ടാവുന്നത്. ഈ 50 സെന്റിൽ നമ്മൾ കപ്പ ചെയ്തിട്ട് ഇതുവരെ നമുക്ക് 7 ടണ്ണേ തിന്ന് 50 സെന്റിന് പറിച്ചെടുക്കാൻ കിട്ടിയിട്ടുള്ളൂ. അത് അടുത്ത പ്രാവശ്യം ഇൻഷാല്ലാ നമുക്ക് വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൃഷി ചെയ്തിട്ട് അതിന്റെ മട്ടത്തിന് ചെയ്താണ്ട് 10 ടണ്ണ് 50 സെന്റിന് ഈ എള്ളിന്റെ കാലായിന്ന് നമുക്ക് ആയുഷ്കാലം ഉണ്ടെന്നുണ്ടെങ്കിൽ പറിച്ചെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ സാധാരണ പറയാറ് ഏക്കർ കണക്കിനാണ് കേട്ടോ ടണ്ണ് പറയാറ്. പക്ഷെ അസംകുട്ടിയാക്കയുടെ ടണ്ണ് പറയുന്നത് 50 സെന്റിലെ ടണ്ണാണ് പറയുന്നത്. അപ്പൊ 50 സെന്റിന്നാണ് 10 ടണ്ണ് പറിക്കും. 7 ടണ്ണ് നമുക്ക് ഇതിന് കിട്ടി. 7 ടണ്ണ് പറിച്ചിരുന്നു. ഇനിയിപ്പോ നമുക്ക് എന്തായാലും 10 ടണ്ണ് കിട്ടും ഇതിന് ശേഷം നമ്മൾ കപ്പ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും വിളവ് കിട്ടും, അതിനൊരു സംശയവും. ഉള്ള സ്ഥലത്ത് നമ്മൾ സ്ഥിരമായി ഓരോ വിള തന്നെ ചെയ്യാതെ മാറ്റി മാറ്റി ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം.